ഓക്കെ, അപ്പോ അടുത്ത സെക്ഷൻ നോക്കാം. നമുക്ക് IPC സെക്ഷൻ 301 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സെക്ഷൻ 300 എന്താണ് ചോദിച്ചാൽ കൊലപാതകം ശിക്ഷയെക്കുറിച്ച്, കൊലപാതകത്തെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 300. IPC 301 എന്താണെന്ന് ചോദിച്ചാൽ ആൾമാറി കൊലപാതകത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ഓർക്കുക, ഞാനൊരു വാടക കൊലയാളിയാണ്, എനിക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കിട്ടുകയാണ്. പക്ഷെ ഞാൻ അയാളല്ലാതെ മറ്റൊരാളെ കൊല്ലുകയാണ്. ഓക്കെ, എനിക്ക് പറഞ്ഞ സാമ്യപ്രകാരം ഞാൻ ഇയാളാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ അത് കുറ്റകരമെന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് 301. ഓക്കെ, മനസ്സിലാക്കുക. 300 എന്നത് കൊലപാതകത്തെ കുറിച്ച് പരാമർശിക്കുന്നു. 301 ആൾമാറി കൊലപാതകമാണ്. സെക്ഷൻ 302 എന്താണെന്ന് ചോദിച്ചാല് കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നു. ഓർക്കുക, ഈ കൊലപാതക ശിക്ഷ എന്താണെന്ന് വെച്ചാല് ജീവപര്യന്തം ശിക്ഷയായിരിക്കും കൊലപാതക ശിക്ഷ. ഓക്കെ, എന്ന് മനസ്സിലാക്കുക. കൊലപാതകം 302 കൊലപാതക ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നു. 303 എന്താണെന്ന് ചോദിച്ചാല് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി വീണ്ടും ഒരു കൊല ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നതാണ് 303. അതായത് ഇപ്പൊ ഞാൻ നോർമലി കൊലപാതകം ചെയ്തു കഴിഞ്ഞു, എനിക്ക് ജീവപര്യന്തം കിട്ടി. ഓക്കെ, എന്നെ ജയിലിലടച്ചു, ഞാൻ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. ഈ 5 വർഷം ജാമ്യം കിട്ടുന്നു, ഞാൻ ഇറങ്ങുന്നു, വീണ്ടും ഒരു കൊലപാതകം ചെയ്യുന്നു എങ്കിൽ എനിക്കുള്ള ശിക്ഷ എന്ന മരണശിക്ഷയാണ്. ഓക്കെ, ഈ മരണശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നതാണ് 303. IPC സെക്ഷൻ 303 പരാമർശിക്കുന്നത്. 304 എന്താണെന്ന് വെച്ചാല് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. 304 കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പരാമർശിക്കുന്ന 304 ആണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 291 എന്തായിരുന്നു ആ കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പൊ 304 കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ ആണോ? എന്നാൽ 304A എന്താണെന്ന് ചോദിച്ചാല് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ അത് കുറ്റകരം എന്ന് പരാമർശിക്കുന്നത്. അതായത് A എന്ന് ഓർക്കുമ്പോൾ അശ്രദ്ധ എന്ന് ഓർക്കുക. അശ്രദ്ധ മൂലമുള്ള മരണത്തെ കുറിച്ച് പരാമർശിച്ച സെക്ഷനാണ് 304A. ഓക്കെ ആണോ? അതായത് ഇപ്പൊ ഞാൻ ബൈക്കിലൂടെ പോകുന്നു, ബൈക്കിൽ വളരെ സ്പീഡിൽ പോകുന്നു, എന്റെ ബാക്കിലിരിക്കുന്ന ഒരാൾ തെറിച്ചു വീണ് മരിക്കുകയാണെങ്കിൽ ഞാൻ വേണം ചെയ്യുന്നതല്ല. പക്ഷെ എന്തോ ഒരു സംതിങ് ഒരു കാരണത്തിനാൽ അദ്ദേഹം എന്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ എന്റെ അശ്രദ്ധയാണ്. എങ്കിലും ഞാൻ സ്പീഡിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഞാൻ കുറ്റക്കാരൻ തന്നെയാണ്. ഞാൻ സ്പീഡിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ് പോയത്. അതുകൊണ്ടാണ് അവർക്ക് മരണം സംഭവിച്ചത്. അപ്പോഴും എന്താണ് ഞാൻ കുറ്റക്കാരനാണ് എന്ന് പരാമർശിക്കുന്നത് 304. അശ്രദ്ധ മൂലമുള്ള മരണത്തെ കുറിച്ച് പരാമർശിച്ച സെക്ഷനാണ് 304. എന്നാൽ 304B എന്താണെന്ന് ചോദിച്ചാല് സ്ത്രീധന മരണത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ഓർക്കുക, 304B സ്ത്രീധന മരണമാണ്. ഈ സ്ത്രീധന മരണത്തിൽ ഓർക്കുമ്പോൾ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അതൊരു സ്ത്രീധന മരണം എന്ന് കരുതപ്പെടുന്നു. അതാണ് 304Bയിൽ പരാമർശിക്കുന്നത്. ഓർക്കണം, 7 വർഷത്തിനുള്ളിലായിരിക്കാം. എന്നാൽ 8ാമത്തെ വർഷത്തിലാണ് സ്ത്രീ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീധനം ചൊല്ലി തന്നെ ആയിരിക്കാം മരണപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്ത്രീധന മരണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് 300 കൊലപാതകത്തിൽ ഉൾപ്പെടുത്തും. ഓക്കെ ആണോ? മനസ്സിലാക്കണം. 304B സ്ത്രീധന മരണമാണ്. വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ അസ്വാഭാവിക സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് സ്ത്രീധന മരണം എന്ന് പറയുന്നത്. അതിന് 304Bയിൽ പരാമർശിക്കുന്നു. ഓർക്കണം, ഇത് ഭാരതീയ ന്യായ സംഹിതയാണ്. 301 എന്ത് പറഞ്ഞിട്ടുണ്ട്? IPCയിൽ ആൾമാറി കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 102. 301 നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 301 102 പഠിക്കുക, 302 103 പഠിക്കുക, 303 104 പഠിക്കുക, 304 105 പഠിക്കുക. അടുത്ത 304A 106. ഓർക്കണം, സ്ത്രീധന മരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 304B എന്ന് പഠിക്കുമ്പോൾ 80 എന്ന് പഠിക്കുക. ഇത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻസ് ആണ്. ഇത് IPCയിലെ സെക്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഇതുവരെ കിട്ടിയിട്ടില്ലേ?